Hi friends, Chinese ഫോണുകളൊക്കെ വിട പറയാം മൈക്രോമാക്സ് ഫോണുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. മൈക്രോമാക്സ് ഫോണുകൾ നല്ലത് തന്നെയായിരിക്കുമെന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു ഈ ചൈനീസ് ഫോണുകളുടെ മാനുഫാക്ചറിങ് കണ്ടന്റൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. സോ ഇതും ഒരു ചൈന തന്നെയാണ്, അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കാര്യങ്ങൾ? മൈക്രോമാക്സിന്റെ ഫോൺ യഥാർത്ഥത്തിൽ ഡിസൈൻ വൈസ് ഒക്കെ ഈ ചൈനീസ് ഫോണുകളോട് കോമ്പീറ്റ് ചെയ്യുന്ന നല്ല ഡിസൈൻ തന്നെയാണോ? ഡിസൈനൊക്കെ റിവീൽ ആയിട്ടുണ്ട്. എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ആദ്യം തന്നെ മൈക്രോമാക്സിന്റെ ഈ ഫോൺ ഒന്ന് കാണും. ഇതാണ് ഇതിന്റെ ഡിസൈൻ. നല്ല സ്റ്റൈൽ ആൻഡ് ലുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ പല ബ്രാൻഡുകളും പല ഡിസൈൻ ചെയ്ത് ലാസ്റ്റ് ഈ ഒരു ഡിസൈനിലേക്കാണ്, ക്യാമറ മോഡുകൾക്ക് ഈ രീതിയിലേക്ക് ആകുന്നതിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെത്തിക്കൊണ്ടിരിക്കുന്ന മൈക്രോമാക്സ് വരുന്നതേ ഇത്തരത്തിലുള്ള ട്രെൻഡി ആയി ഡിസൈനും വെച്ചുകൊണ്ടാണ്. അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോ ഞാൻ ചൈനീസ് ഫോണുകളൊക്കെ വിട പറയാമെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു, അത് എങ്ങനെയൊക്കെ നോക്കിയാലും ഇത് ചൈനീസ് കമ്പോണൻ്റൊക്കെ വെച്ചുകൊണ്ട് തന്നെ വരുന്നത്, ഇതൊരു ചൈനീസ് ഫോൺ തന്നെയാണ്, അല്ലാണ്ട് പക്ക ഒരു ഇന്ത്യൻ ഫോണൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിയാണ്, ഒരു സംശയം വേണ്ട, പറഞ്ഞതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ശരിയാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈവൻ അമേരിക്കയിലുള്ള ഫോണുകളാണെങ്കിലും ലോകത്തിന്റെ മറ്റ് ഈവൻ ആപ്പിൾ ആണെങ്കിൽ പോലും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും കമ്പോണൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആപ്പിളിന്റെ ഡിവൈസുകൾ നിർമ്മിക്കുന്നത്. ചൈനയിൽ നിർമ്മിക്കുന്ന ഫോണുകളാണെങ്കിലും ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കോൾകോം പ്രോസസർ ഉപയോഗിക്കുന്നു, എയറൻ കോർട്ടെക്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മറ്റ് പല കൺട്രീസിൽ നിന്നാണ് അവരെടുത്ത് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലുള്ള ഫോൺ നിർമ്മിക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് ഇന്ത്യയിലെ കമ്പോണന്റ് മാത്രം ഉപയോഗിക്കാൻ പറ്റുക? ഇത്രയും വലിയ വലിയ ബ്രാൻഡുകൾ വരെ പല പല കൺട്രീസിലത്തെ കമ്പോണൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കമ്പനിയായിട്ട് മൈക്രോമാക്സ് വരുമ്പോഴും മറ്റു പല കൺട്രീസിൽ നിന്നും ഈ പറയുന്ന സ്പെയർ പാർട്സ് ഒക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ഫോൺ നിർമ്മിക്കാൻ പറ്റുക. അല്ലാതെ ഒക്കെ ഇന്ത്യക്കകത്ത് തന്നെ നിർമ്മിച്ച് ഒക്കെ ഇന്ത്യൻ ഫോൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കമ്പോണൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് താൽക്കാലികമായിട്ടെങ്കിലും ഇപ്പോഴേക്ക് പ്രാക്ടിക്കൽ അല്ല. പിന്നെ ഈ ഒരു കാര്യമൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ലോക്കലി തന്നെ ഫുൾ കമ്പോണൻസ് മേഡ് ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് ലോങ് ടൈം പ്ലാനൊക്കെ വേണ്ടി വരും. സർക്കാർ അതിന് വളരെയധികം എഫേർട്ട് എടുത്ത് മുന്നോട്ട് വരേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു, നിങ്ങൾക്കൊന്നും അറിയില്ല ഇതൊക്കെ ചൈന തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കമന്റ് ചെയ്യുന്നത്. അവരുടെ അറിവ് വെച്ച് അവർ പറയുന്നു, നമുക്കിതൊന്നും അറിയാത്ത പോലുള്ള കമന്റുകൾ, ഇതൊക്കെ നമ്മൾ മുൻപേ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെന്ന് ആ സുഹൃത്തുക്കൾക്ക് അറിയില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല. ബേസിക്കലി മൈക്രോമാക്സ് ഇന്ത്യൻ കമ്പനിയാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ചൈന ബേസ്ഡ് ആണ് ഷവോമി അല്ലെങ്കിൽ റിയൽമി. ഈ ബ്രാൻഡുകൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുകൊണ്ട് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് ബോക്സിൽ അടിച്ചു വെച്ച് കൊണ്ടുവന്നാലും നമുക്കറിയാം അത് ചൈന ബേസ്ഡ് കമ്പനിയാണ്. എക്സാക്ട്ലി അത് ചൈന ബേസ്ഡ് ആണ്. അപ്പോൾ അവരെന്തൊക്കെ ചെയ്താലും അത് ചൈന ബേസ്ഡ് ആണ്. മാത്രമല്ല ഇവർ കുറേ പേർക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്. ഷവോമി ആയാലും ഒക്കെ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാൻ വേണ്ടി അസംബ്ലിംഗ് യൂണിറ്റും കാര്യങ്ങളും കുറേ സ്റ്റാഫും ഇതിന്റെ പ്രൊമോഷൻ മാനേജിംഗ് ലെവലിലും ഒക്കെ ഇന്ത്യൻ സ്റ്റാഫുകൾ തന്നെയാണ്. എങ്കിലും അത് ചൈന ബേസ്ഡ് ആണ്. സോ അത് ചൈനയാണ്, ചൈന കമ്പനിയാണെന്നാണ് പറയുന്നത്. പക്ഷെ മൈക്രോമാക്സ് ഇന്ത്യൻ കമ്പനിയാണ്. അവർ എന്ത് കമ്പോണൻസ് അതിനകത്ത് ഉപയോഗിച്ചാലും എങ്ങനെയൊക്കെയാണെങ്കിലും അത് ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്. സോ അത് ഇന്ത്യൻ കമ്പനിയാണ്. ഇവർ കൊണ്ടുപോയി ചൈനയിലെ പ്രൊഡക്റ്റ് വിറ്റാലും റഷ്യയിലെ പ്രൊഡക്റ്റ് വിറ്റാലും അവർ ഇന്ത്യൻ കമ്പനി എന്നേ പറയുള്ളൂ. കാരണം അത് ഇന്ത്യൻ ബേസ്ഡ് ആണ്. അതാണ് മൈക്രോമാക്സിന്റെ പ്രത്യേകത, അത് ഇന്ത്യൻ ആണ്. അതുപോലെ ഒട്ടനേകം ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന മൈക്രോമാക്സ് ഫോണുകളാണ്. സോ അത് ഇന്ത്യൻ തന്നെയാണെന്ന് കൺഫേം ആയിട്ട് മനസ്സിലാക്കുക. ചൈനീസ് കമ്പോണൻസ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, അത് പല രാജ്യത്തെ കമ്പോണൻസ് പല ബ്രാൻഡുകളും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിനും വേണ്ടി വരും. ഭാവിയിൽ ഇതൊക്കെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇന്ത്യക്ക് വരികയാണെങ്കിൽ അന്ന് ഇത്തരത്തിലുള്ള മുഴുവനായിട്ടും ഇന്ത്യൻ മാനുഫാക്ചർഡ് ആയ ഫോണുകളൊക്കെ വരുമായിരിക്കും. താൽക്കാലമായിട്ട് ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും ലോകത്ത് എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെയാണ് മറ്റു പല രാജ്യത്തെയും കമ്പോണൻസ് എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും ഫോണുകളെല്ലാം മേഡ് ചെയ്യാൻ പോകുന്നത്. ബട്ട് കമ്പനി ഇന്ത്യൻ തന്നെ. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ, നിങ്ങൾ ഇത്രയും നാളും ചൈനീസ് ഫോണുകളെ പ്രൊമോട്ട് ചെയ്ത് ഇപ്പം എന്താ ഇന്ത്യൻ ഫോണുകളെ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്നത്? ഞാൻ ഒരു ഫോണിനെയും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ചൈനയോ ഇന്ത്യയോ അമേരിക്കയോ എവിടെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, റിവ്യൂ തന്നെയായിരിക്കും. അതിൽ യാതൊരു കോംപ്രമൈസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ടും ചെയ്യില്ല. അത് റിവ്യൂ അല്ലാതെ പ്രൊമോഷൻ കാണുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത, പ്രൊമോഷൻ ചാനലുകളോ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോസോ കണ്ടുവന്നത് കൊണ്ടുള്ള ഒരു തോന്നലാണ്. നമ്മുടെ ചാനലിൽ ഇന്ത്യ ചൈന എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, റിവ്യൂ ആണ്. അത് ഏത് ബ്രാൻഡായാലും ഏത് കൺട്രി ആയാലും നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് വരിക, അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുക. പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ തന്നെയും ആ ഒരു ഫോൺ ഇറങ്ങി അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നുവെങ്കിൽ കമ്പനിയോ രാജ്യമോ ഒന്നും നോക്കിക്കൊണ്ടല്ല, ആ പ്രൊഡക്റ്റിന്റെ സ്പെക്ക് നോക്കിക്കൊണ്ടായിരിക്കും പറയാം. സോ അങ്ങനെ തന്നെയാണ് മൈക്രോമാക്സിന്റെ ഫോൺ വരുമ്പോഴും നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഈ പുതിയ ഫോണിലേക്ക് വരാം. എങ്ങനെയുണ്ട് മൈക്രോമാക്സിന്റെ പുതിയ ഫോൺ? അതിന്റെ ഡിസൈൻ ഞാൻ ഇവിടെ കാണിച്ചു തന്നു, ഒന്നുകൂടി കാണാം. മൈക്രോമാക്സിന്റെ ഡിസൈൻ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ട്രെൻഡി ലുക്കിലാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റിയർ മൗണ്ടഡ് ആണ് ഫിംഗർ പ്രിന്റ് സെൻസർ നമുക്ക് കാണാം. ഈ ഒരു കാര്യം മറ്റു പല ഫോണുകളും സൈഡ് മൗണ്ടഡ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ റിയർ മൗണ്ടഡ് ആണ് വരുന്നത്. ബട്ട് പല ബ്രാൻഡുകളും പല രീതിയിൽ ക്യാമറ മോഡ്യൂൾ വെച്ച് ലാസ്റ്റ് ഈ ഒരു ടൈപ്പിലേക്കാണ് ഇപ്പോൾ ക്യാമറ മോഡ്യൂളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലും ഈ രീതിയിലുള്ള ക്യാമറ മോഡ്യൂളും കാര്യങ്ങളുമാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. മൈക്രോമാക്സ് വരുന്നതേ ആ ലേറ്റസ്റ്റ് ട്രെൻഡി സെറ്റപ്പിൽ തന്നെയാണ് വരുന്നത്.
സോ കാണാൻ തന്നെ നല്ല സ്റ്റൈൽ ആൻഡ് ലുക്കിലുള്ള ഫോൺ തന്നെയാണ്. അത് ട്രെൻഡി ലുക്കിലുള്ള റിയർ സൈഡുമായിട്ടാണ് വരുന്നത്. ഈ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ സൈഡ് മൗണ്ടഡ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി മറ്റെല്ലാത്തിൻ്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പെർഫെക്റ്റ് സെറ്റപ്പ് ആയേനെ. ബട്ട് എങ്കിലും ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല സ്റ്റൈൽ ആൻഡ് ട്രെൻഡി ലുക്കിലുള്ള ഡിസൈൻ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ക്യാമറ മോഡ്യൂൾ തന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പും LED ഫ്ലാഷൊക്കെ അടങ്ങുന്ന ഒരു ഫുൾ ക്യാമറ സെറ്റപ്പാണ്. ക്വാഡ് ക്യാമറയൊക്കെ ഉണ്ട്. ഒരു 15,000 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. ആ ഒരു റേഞ്ച് നോക്കുമ്പോൾ ഒരു ക്വാഡ് ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ കളറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വൈറ്റ്, നമ്മളീ കാണുന്ന വൈറ്റ് കളറുണ്ട്. ഇത് കൂടാതെ ഒരു എക്സ് ഷേപ്പിലുള്ള പാറ്റേൺസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ആ ഒരു റേഞ്ചിലുള്ള ഒരു കളർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു കളറിലുള്ള ഡിവൈസും കൂടി വരുന്നുണ്ട്. സോ ഇത് രണ്ടാമത്തെ ഒരു കളർ വേരിയന്റ് ആണ്. ഇത് കൂടാതെ മൂന്നാമത്തെ ഒരു വേരിയന്റ് കൂടി ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരു ഗ്രേഡിയൻ ടൈപ്പ് കളർ, അതായത് നിങ്ങൾക്ക് ഇവിടെ 3 ഫോണുകൾ കാണാം. ഇതിൽ ഒരെണ്ണം ഗ്രേഡിയൻ ടൈപ്പ് ആണെന്നാണ് പറയുന്നത്. സോ ഒരു 3 കളർ വേരിയന്റിലായിരിക്കും ഈ ഫോൺ വരിക എന്ന് പറയപ്പെടുന്നു. കൃത്യമായിട്ട് അവർ 2 ഫോണുകൾ മാത്രമേ റിവീൽ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. ഈ മൂന്നാമത്തെ ഗ്രേഡിയൻ ടൈപ്പ് എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഇനി ഇതിന്റെ സൈഡ് ബട്ടണുകൾ നോക്കിക്കഴിഞ്ഞാൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. മറ്റേ സൈഡ് ബാക്കിയുള്ള വശങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സൈഡ് മാത്രമാണ് അവർ റിവീൽ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ. സോ ഇതാണ് ഇതിന്റെ സൈഡ് ലുക്ക്. റിയർ ലുക്ക് നമ്മൾ കണ്ടു. ഫ്രണ്ടിലെ ലുക്ക് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. HD+ ഡിസ്പ്ലേ ആണെന്നാണ് കേൾക്കുന്നത്. ഫുൾ HD ഉണ്ടായാൽ കുറച്ചുകൂടി നന്നായി. അത് അവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 15,000 രൂപ റേഞ്ചിൽ ഒരുപാട് ഫോണുകളും ഫുൾ HD ആണ്. അപ്പോൾ ഇത് ഫുൾ HD ആണെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ HD ആണെങ്കിലും കുഴപ്പമില്ല. ബട്ട് ആ ഒരു പ്രൈസിൽ ഒരുപാട് ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ, നല്ല ഡിസ്പ്ലേ ഉള്ള ഫോണുകളുണ്ട്. അതൊരു നല്ല വെല്ലുവിളിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഫുൾ HD അല്ലെങ്കിൽ. എന്തായാലും ഡിസ്പ്ലേ ഓവറോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും എന്ന് കമ്പനി പറയുന്നു. എന്താണെന്നുള്ളത് നമുക്ക് വന്നാൽ തന്നെ അറിയുള്ളൂ. ബട്ട് ആ ഡിസ്പ്ലേയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും ട്രെൻഡി ലുക്ക് എന്ന് പറയുന്നത് പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പാണ്. ഈ ഒരു ഫോണിനകത്തും സെൻട്രൽ അലൈൻഡ് ആയ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പാണ്. അതും ചെറിയ അളവിലുള്ള ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെൻറ്ററിൽ. സോ ഓവറോൾ നല്ല ലേറ്റസ്റ്റ് ട്രെൻഡി ലുക്കിലുള്ള ഒരു ഫ്രണ്ട് പാനലാണ് ഇതിനകത്ത് വരുന്നത്. സോ റിയർ സൈഡ് ആയാലും ഫ്രണ്ട് സൈഡ് ആയാലും ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ചൈനീസ് ബ്രാൻഡുകളുടെയൊക്കെ ഡിസൈനിന്റെ ആ ഒരു മോഡൽ തന്നെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും ട്രെൻഡി ആയ ലുക്കിലാണ് ഈ ഫോണുകൾ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഡിസൈൻ വൈസ് നിങ്ങൾ ഇനി ചൈനീസ് ഫോണുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. മൈക്രോമാക്സ് ഓൾറെഡി നല്ല ഡിസൈനിൽ ഏറ്റവും ട്രെൻഡി ആയ ലെവലിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡിസൈൻ വൈസ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യും. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് ലെവൽ നോക്കുമ്പോൾ G35ഉം G85ഉം പ്രൊസസറുകളാണ് ഈ ഫോണുകൾ ഉണ്ടാവുക. G35, G85 അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിൽ കൃത്യമായിട്ട് ഏത് പ്രോസസർ ഏത് ഫോണിൽ വരുമെന്ന് പറയുന്നില്ല. ബട്ട് ഉറപ്പായിട്ട് G35 എന്ന പ്രോസസർ വെച്ചുകൊണ്ട് വരുന്നത് വില കുറഞ്ഞ ഫോൺ തന്നെയായിരിക്കും. കൂടിയ 85 എന്ന പ്രോസസർ വെച്ചുകൊണ്ട് വരാൻ പോകുന്നത് 15,000 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോണിൽ തന്നെയായിരിക്കും. 7,000 രൂപയിലാണ് ഈ ഫോണുകളുടെ വില സ്റ്റാർട്ട് ചെയ്യാന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ G35 വെച്ചുകൊണ്ടുള്ള ഫോൺ 7,000 രൂപ റേഞ്ചിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 2GB റാം 32GB സ്റ്റോറേജ് ഒഫീഷ്യൽ അല്ല. ആ ഒരു റാം വേരിയന്റ് ഉണ്ടായിരിക്കും. 3GB റാം 32GB സ്റ്റോറേജിന്റെ ഒരു വേരിയന്റും ഉണ്ടായിരിക്കും. ഇതൊക്കെ ആ 10,000 താഴെ നിൽക്കുന്ന മോഡലിലായിരിക്കും വരാൻ പോകുന്നത്. മുകളിലേക്കുള്ള മോഡലുകളിൽ 4GB റാം 6GB റാം ഒക്കെ പറയുന്നു. കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ രേഖകളല്ല. ഒഫീഷ്യല് G35, 85 എന്നുള്ള പ്രൊസസറുകളുടെ കാര്യം മാത്രമാണ് നമുക്ക് ആ ക്ലിപ്പിൽ നിന്ന് മനസ്സിലാവുന്നുള്ളൂ. ബാക്കി ഞാൻ എത്ര നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഫീഷ്യലാണ്. ഇനി റൂമേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ റാം വേരിയന്റുകൾ ഈ ഫോണുകൾക്ക് പറയുന്നുണ്ട്. കൂടാതെ 5000 mAh ബാറ്ററിയും ഈ ഫോണുകളുടെ റൂമേഴ്സിന്റെ ഭാഗത്ത് കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ ക്യാമറയുടെ കാര്യം നോക്കിയാൽ കൂടിയ വേരിയന്റിൽ 48 മെഗാപിക്സൽ ക്യാമറ അടങ്ങുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ്. ഒഫീഷ്യലി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. 12:4 എന്ന രീതിയിലുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. സോ അതൊരു 48 മെഗാപിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് ഇതിന്റെ ഈ കൂടിയ വേരിയന്റ് വരാൻ പോകുന്നത്. അതും ഒഫീഷ്യലായിട്ട് തന്നെ രാഹുൽ ശർമ്മ റിവീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ താഴെയുള്ള വേരിയന്റിന്റെ കാര്യത്തിൽ ഒന്നും തന്നെ റിവീൽഡ് അല്ല. ബട്ട് അത് റൂമറായിട്ട് പറയുന്നത് 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും 13 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അത് റൂമറാണ്. മെയിൻ ഒരു 15,000 രൂപ റേഞ്ചിലുള്ള മൈക്രോമാക്സ് ഫോണിന്റെ കാര്യം മാത്രമാണ് ക്യാമറ സ്പെക്ക് ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് മൈക്രോമാക്സിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒഫീഷ്യലി റിവീൽ ആയി കിട്ടിയിരിക്കുന്നത്. കുറച്ച് 1-2 കാര്യങ്ങൾ റൂമേഴ്സും. സോ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ G85ഉം 48 മെഗാപിക്സൽ ക്വാഡ് ക്യാമറയും ഈ ഒരു ഡിസൈനും കാര്യങ്ങളും ഫ്രണ്ട് പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ഓവറോൾ നോക്കിയാൽ മൈക്രോമാക്സിന്റെ ഈ ഒരു ഫോൺ പ്രോമിസിംഗ് ആണ്. ഒരു ഇന്ത്യൻ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചൈനീസ് ഫോണുകളോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇന്ത്യൻ ഫോൺ വേണം. അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ചൈനീസ് ഫോണുകളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഇന്ത്യൻ ഫോൺ ഉണ്ടെങ്കിൽ നമ്മളിൽ പലരും ചൈനീസ് ഫോണുകൾ ഉപേക്ഷിച്ച് ഇന്ത്യൻ ഫോണുകൾ എടുക്കുമായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. ഇങ്ങനെ ഇതിന്റെ ഡിസൈൻ വരുന്നു, ഇങ്ങനെ ഒരു പെർഫോമൻസ് വരുന്നു, ഇങ്ങനൊരു ഫോൺ വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത് ചൈനീസ് ഫോണുകൾ ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന എല്ലാ ചൈനീസ് ഫോണുകളോടും കോമ്പീറ്റ് ചെയ്യാൻ തക്ക പവർഫുൾ ആയ ഒരു സെറ്റപ്പാണ് ഇതിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുക? ഇനി നിങ്ങൾ ചൈനീസ് ഫോൺ തന്നെ എടുക്കുമോ അതോ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായ മൈക്രോമാക്സിനെ ഡിപ്പെൻഡ് ചെയ്യുമോ?
ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയുണ്ട്, അതായത് സർവീസ്. മുമ്പത്തെ അവസ്ഥയിൽ സർവീസ് അത്ര നന്നായിരുന്നില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ബട്ട് ഞാൻ ഒരു തവണയോ മറ്റോ മൈക്രോമാക്സിന്റെ സർവീസിലേക്ക് പോയിട്ടുള്ളൂ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട്. അതല്ലാതെ ഞാൻ മൈക്രോമാക്സ് സർവീസിൽ അധികം ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ സർവീസിന്റെ ക്വാളിറ്റി നിലവാരം എന്നുള്ളതൊക്കെ കൺഫ്യൂസിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഈ സാംസങ്ങിന്റെ ഒക്കെ സർവീസ് സെന്ററിൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഒരു സർവീസ് കഴിഞ്ഞ് കസ്റ്റമർ പോയി കഴിഞ്ഞാൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ കസ്റ്റമറുടെ കോൺടാക്ട് എടുത്ത് ആ സർവീസിലെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന, അതിനനുസരിച്ച് അവിടുത്തെ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്ന നല്ലൊരു സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും മൈക്രോമാക്സിന്റെ സർവീസ് ബെറ്റർ ആവും. ബട്ട് അത് അവരാണ് തീരുമാനിക്കേണ്ടത്. നമുക്കിപ്പോഴേക്കും ഒന്നും അറിയില്ല എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ള കാര്യം. മുമ്പത്തെ മൈക്രോമാക്സ് അത്ര പോരാന്ന് ഒരുപാട് സുഹൃത്തുക്കൾക്ക് അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സർവീസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിവൈസ് ആണ് വരാൻ പോകുന്നത്. സോ അത്രയുമാണ് മൈക്രോമാക്സ് ഫോണുകളെ, പുതിയതായിട്ട് വരുന്ന മൈക്രോമാക്സ് ഫോണുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പ്രോമിസിംഗ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ പ്രൊമോഷൻ, ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ചൈനീസ് ഫോണുകളെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇപ്പം എന്താ ഇന്ത്യൻ ഫോണുകൾ, എന്താണ് ഈ പ്രൊമോഷൻ എന്ന് ഈ പറയുന്ന സുഹൃത്തുക്കൾക്കും അറിയില്ല, മുമ്പൊക്കെ എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ റിവ്യൂസ് ഒക്കെ കാണാറുണ്ട്, അൺബോക്സിംഗ് കാണാറുണ്ട്. പ്രൊമോഷൻ ആണോ അത് റിവ്യൂ ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴെനിക്കറിയാം, കാരണം ഞാൻ ഇതിനകത്താണ്. പറഞ്ഞുതരാം എന്താണ് ഈ പ്രൊമോഷൻ, എങ്ങനെയാണ് അത് നടക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രൊമോഷനുള്ളിൽ പെട്ടുപോകുന്നത് എന്നുള്ള കാര്യമൊക്കെ പ്രതാപ് ജി എന്ന നമ്മുടെ ചാനലിൽ താമസിയാത്തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.